ഇട്ടുന്നതാ. അമ്മേ ഇത് കണ്ടോ? മോളുടെ കഴിച്ചിട്ട് നോക്കിയേ. കുഞ്ഞിനെയാണോ മയക്കി എടുത്തിരിക്കുക? അമ്മേ വീട് പോലെ തന്നെ ആയിരിക്കുമോ ആ സ്വർണ്ണങ്ങളും? ശരിയാടാ, വല്ല ഇമിറ്റേഷൻ വല്ലതും ആയിരിക്കുമോ? അമ്പത് പവനം കൊണ്ടാ വന്നത് പോലെ. പവനോ എങ്ങനെ വിശ്വസിക്കും? ഉടനെയല്ല അമ്മ, ഇതൊക്കെ സ്വർണ്ണമാണ്. സ്വർണ്ണം പോലും അത് നീ പറഞ്ഞാ പാടില്ല. ഉടനെ ഞൊളിയുണ്ടോ? നിന്റെ കണ്ണ് ഞാൻ പറഞ്ഞെടുത്തോളി. നിന്റെ തന്ത ഇവിടെ അലക്കാരെയൊന്നും അയച്ചു തന്നിട്ടില്ല. ആവശ്യത്തിന് ജോലിക്കാരെ വയ്ക്കാൻ ഇവിടെ ആരും സമ്പാദിച്ചു വെച്ചിട്ടില്ല. ഈ അഴുക്കുവെള്ളത്തിൽ മുക്കിയാണ് തറ വരയ്ക്കുന്നത്. തറ ചീറ്റാവില്ലേ? പോയി നല്ലവരെ ഒന്നും തുടയ്ക്കാം. അവിടെ ഒരു കുഴപ്പമുണ്ടില്ലേ? നിന്റെ കൈക്കെന്താടി ബലമില്ലേ? ഒന്ന് അമർത്തി തിരുമ്പ. എന്താണിത്? എന്റെ കാല് പിടിച്ച് ഓടിക്കാൻ നോക്കുന്നു. അവളുടെ ഒരു കള്ളക്കരച്ചിൽ കണ്ടില്ലേ? ഒരു ചവിട്ടിണ്ടല്ലോ. ഇത് മോഹൻ പൊടിയപ്പത്തോ കുഞ്ഞിന് ഇത് ഇഷ്ടമല്ലല്ലോ. ഞാൻ ഉപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ഓരോരുത്തർക്ക് അവരോരോ ഇഷ്ടത്തിന് വെച്ച് വിളമ്പാനുള്ള വകയൊന്നും ഇവിടെ ഇല്ല. ആരും കൊണ്ടുവന്നിട്ടുമില്ല. വേണമെങ്കിൽ ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കഴിച്ചോണം. അല്ല, കുഞ്ഞെവിടെ പോയി? നീ അതിഞ്ഞിതാ വയ്ക്കോ. അശോ, എന്റെ മോളെന്തിനാ പിണങ്ങിയിരിക്കുന്നത്? അമ്മ തമാശ പറഞ്ഞതല്ലേ, വിശന്നിരിക്കരുത്. ഇത് കഴിക്കുമോളെ. എനിക്ക് വിശക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ഈ അമ്മ സമ്മതിക്കത്തില്ല. എന്റെ മോൾ ഇത് കഴിക്ക്. എനിക്ക് വേണ്ടഞ്ഞിട്ടമ്മേ. കുമാരന്റെ പാചകമായതുകൊണ്ടാണോ? സാരല്ല, നാളെ മുതൽ അമ്മ തന്നെ വെച്ച് വിളമ്പിത്തരാം. എന്റെ മോൾ ഇത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലമ്മേ. പഞ്ചസാര ഇടണോ? പാലൊഴിക്കണോ? കഴിക്കടി, കഴിക്കാനാണ്. പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ പറഞ്ഞു കൊടുക്ക്. എന്നെ ഇനി പറഞ്ഞു കൊടുക്ക്. ചോദിക്കാൻ അവനിങ്ങോട്ട് വരട്ടെ.
അപ്പോഴേ അവനും നിനക്കും ഈ സൗമനി ആരാണെന്ന് മനസ്സിലാവും. അവളൊരു ഉത്തരവാദി. ആ പാവപ്പെട്ട പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അച്ഛനും വായിച്ചതല്ലേ? അവളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു വെച്ച? ഒരു വഴിയേ ഉള്ളൂ, നിയമത്തിന്റെ വഴി, ഡൈവോഴ്സ്. അവളെ ഇഷ്ടമാണ് അച്ഛാ. എങ്കിൽ അവൻ അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോരട്ടെ, അവന്റെ കൂടെ താമസിപ്പിക്കട്ടെ. ആ ധൈര്യം നിങ്ങൾ കാണിക്കുമോ? രാജേന്ദ്ര സാർ, ഒന്നും പറയാനില്ലേ? രാധ സ്വന്തം അനിയത്തിയാണെന്ന് പറയാറുള്ള ആളല്ലേ സാർ? അതെ അർച്ചനെ, ആ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു ചേട്ടന്റെ കടമ തീരുമോ? പറയൂ സാർ, പറയൂ. പറയാനില്ലാഞ്ഞിട്ടല്ല, പറയാൻ മടിച്ചിട്ടുമല്ല, പറയേണ്ടത് ആരോടെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. അവൾ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ച ഞാനാണ്. തെറ്റുകാരി ഞാനാണ്. ഹലോ, ടാക്സി സ്റ്റാൻഡ് അല്ലേ? ഉടനെ ഒരു കാർ അങ്ങോട്ട് അയക്കണം, സൗമനി അമ്മയുടെ വീട്ടിലേക്ക്. അതെ അതെ അതെ, അവിടെ തന്നെ. അറിയാലോ. ആ ആ മോനെ, നീ വന്നോ? നന്നായി. ആ ഭാനുമതി അമ്മയ്ക്ക് തീരെ സുഖമല്ലെന്ന് ഇപ്പോഴാ ഫോൺ വന്നത്. ഞാൻ ടാക്സി വിളിക്കായിരുന്നു. നിന്റെ ചേട്ടൻ എപ്പോഴാ ക്ലബിൽ നിന്ന് വരാന്നറിയില്ലല്ലോ. നീ ഒന്ന് ഞങ്ങളുടെ കൂടെ വാ. ശരി അമ്മേ. ആ എന്താ ഇങ്ങനെ നോക്കുന്നത്? നിനക്കെന്താ ഒരു ആഹ്ലാദം? ഇവിടെ സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? അച്ഛനും അമ്മയൊക്കെ അവർക്ക് വിഷമം കാണില്ലേ? സംഭവിച്ചത് അങ്ങനെയല്ലേ? അവരെയും കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. എന്തു പറ്റി? പറ്റേണ്ടത് പറ്റി. എന്നുവെച്ചാ? അമ്മ അറിഞ്ഞോ? സമയം നോക്കി ഞാൻ പറഞ്ഞോളാം. ചേട്ടന് അറിയാത്ത ഭാവം നടിച്ചാ മതി. അമ്മ വിളിക്കുന്നു. ഈ വീടുമായി പണ്ട് വലിയ ബന്ധത്തിലായിരുന്നു ഭാനുമതി അമ്മ. കിടപ്പിലാത്രേ. കണ്ടിട്ടുടനെ വന്നേക്കാം. വാ. വാ, കേറിക്കും മോളെ.